ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെസ്പോൺസ് ഓഫ് അൺഡാംപ്ഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം ഫോർ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് അവിടെ എഴുതാം. കാരണം സെക്കൻഡ് ഓർഡർ സിസ്റ്റം ആണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഒമേഗ എൻ സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ. നമ്മൾ പറഞ്ഞു എന്താണ് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ടാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ അവിടെ ആർ ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്. സോ ആർ ഓഫ് എസ് ഈസ് ഈക്വൽ ടു ലാപ്ലേസ് എടുക്കുമ്പോൾ 1/s നമുക്ക് അവിടെ വരും. സോ സി ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഈ ആർ ഓഫ് എസിനെ നമ്മൾ എന്താണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോവുക. ആർ ഓഫ് എസ് ഇൻറ്റു ഒമേഗ എൻ സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ നമുക്കവിടെ വരും. ഇനി ആർ ഓഫ് എസ് എന്ന് പറയാം, നമുക്കവിടെ എന്ത് ചെയ്താം 1/s നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ എന്ത് വരും 1/s ഇൻറ്റു ഒമേഗ എൻ സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ നമുക്കവിടെ വരും. അപ്പോൾ നമുക്കിത് എന്താണ് ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ ഇവിടെ ചെയ്യണം. സോ അവിടെ സി ഓഫ് എസ് ഈസ് ഈക്വൽ ടു നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ a/s പ്ലസ് അത് ഡിനോമിനേറ്റർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. ആൻഡ് ഈ ഒരു ടേം ഉണ്ടല്ലോ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ, ആ ടേം എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ആണ് അല്ലേ. ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ വരുമ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം, അവിടെ ബി എസ് പ്ലസ് സി നമ്മളവിടെ കൊടുക്കണം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ. അവിടെ ബി എസ് പ്ലസ് സി ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ നമുക്കവിടെ വരും. സോ നമ്മൾ സി ഓഫ് എസ് കിട്ടിയല്ലോ, ആ ഒരു കിട്ടിയ ഇക്വേഷൻ നമ്മൾ എന്ത് എഴുതി a/s പ്ലസ് ബി എസ് പ്ലസ് സി ബൈ സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ നമ്മളവിടെ എഴുതി. ഇനി നമ്മളോട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എ കണ്ടുപിടിക്കണം. ഇപ്പം എയുടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എസ് ആണല്ലോ. ഈ എസ് വെച്ചിട്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതായത് സി ഓഫ് എസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, നമുക്കവിടെ ഈ എസ് നമുക്കവിടെ വെട്ടിക്കളയാം. എസ് വെട്ടിക്കളഞ്ഞിട്ട് നമ്മളവിടെ എന്താണ് എസ് ഈസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ് ഈസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് ടേമിലും എസ് വരുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് ടേം നമുക്കവിടെ 0 ആയിട്ട് പോകും. അപ്പോൾ ബാക്കി വരുന്ന ടേം ഒമേഗ എൻ സ്ക്വയർ ബൈ ഒമേഗ എൻ സ്ക്വയർ എന്ന് പറയുന്നത് അവിടെ 1 വരും. ഇനി നമുക്ക് രണ്ടാമത്തത് അതായത് ബി ആൻഡ് സി നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കോഎഫിഷ്യൻറ്റുകൾ ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എന്താണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് നമ്മളവിടെ എൽ സി എം കണ്ടുപിടിക്കാം. എൽ സി എം കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും, എ ഇൻറ്റു നമ്മൾ ഈ ടൈമിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ പ്ലസ് ഈ എസ് വെച്ചിട്ട് നമ്മൾ ബി എസ് പ്ലസ് സി നമ്മളോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, എസ് ഇൻറ്റു ബി എസ് പ്ലസ് സി ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ നമുക്കവിടെ വരും. അതായത് നമ്മൾ ഈ ഒരു ടേമിനാണ് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളത് സ്പ്ലിറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ടേമിലും ഡിനോമിനേറ്ററുകൾ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ന്യൂമറേറ്ററുകൾ തമ്മിൽ നമുക്കവിടെ ഇക്വേറ്റ് ചെയ്യാം. അതായത് നമ്മളിവിടെ ഈ ഒരു ന്യൂമറേറ്ററിലെ ടേം ഉണ്ടല്ലോ ഒമേഗ എൻ സ്ക്വയർ, അത് ഇവിടുത്തെ ന്യൂമറേറ്ററിലെ ടേം ആയിട്ട് നമുക്കിവിടെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എ നമ്മൾ ഓരോ ടേമായിട്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അവിടെ എന്ത് വരും, എ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ എ ഒമേഗ എൻ എസ് പ്ലസ് എ ഒമേഗ എൻ സ്ക്വയർ പ്ലസ് ഈ എസിനെ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി എസ് സ്ക്വയർ പ്ലസ് സി എസ് നമുക്കവിടെ വരും. ഇനി നമുക്ക് എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസുകളൊക്കെ നമ്മൾ ഒരുമിച്ച് എഴുതാം. അതായത് ആ ടേമുകളൊക്കെ ഒരുമിച്ച് എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, അവിടെ എ പ്ലസ് ബി ഇൻറ്റു എസ് സ്ക്വയർ നമുക്ക് അവിടെ എഴുതാം. അത് ഗ്രൂപ്പ് ചെയ്ത് എഴുതി നമ്മൾ പ്ലസ് ഇനി എസിൻ്റെ ടേമുകൾ നമ്മൾ ഒരുമിച്ച് എഴുതാം. അപ്പോൾ എസിൻ്റെ ടേം വരുന്നത് ഒന്ന് ഈ ഒരു ടേമും അതുപോലെ ഈ സി എസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ അത് ഒരുമിച്ച് എഴുതുമ്പോൾ 2a സീറ്റ ഒമേഗ എൻ പ്ലസ് സി ഇൻറ്റു എസ് നമുക്കവിടെ എഴുതാം. പ്ലസ് ഇതാണ് നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം വരുന്നത് എ ഒമേഗ എൻ സ്ക്വയർ. അപ്പോൾ അത് നമ്മളിവിടെ എഴുതി എ ഒമേഗ എൻ സ്ക്വയർ എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ ഒമേഗ എൻ സ്ക്വയർ ആയിട്ടാണ് നമ്മളിവിടെ എന്താണ് ഇക്വേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്ക് കോഎഫിഷ്യൻറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യാം. അതായത് ഇവിടുത്തെ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് അതുപോലെ എസിൻ്റെ കോഎഫിഷ്യൻറ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്ന നമുക്ക് അവിടെ ബി ആൻഡ് സി കണ്ടുപിടിക്കാം. അപ്പോൾ കോഎഫിഷ്യൻറ്റുകൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എസ് സ്ക്വയറിൻ്റെ ടേം നോക്കാം. എസ് സ്ക്വയറിൻ്റെ ടേം എന്ന് പറയുന്നത് എന്തായിരുന്നു, അവിടെ എ പ്ലസ് ബി ഇൻറ്റു എസ് സ്ക്വയർ ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് നമ്മളിവിടെ എടുക്കുക എ പ്ലസ് ബി ആണ് വരുന്നത്. ഇനി ഇവിടെ എൽ എച്ച് എസ് നമുക്ക് ഒമേഗ എൻ സ്ക്വയർ മാത്രമേ ഉള്ളൂ. അതായത് എസ് സ്ക്വയറിൻ്റെയും എസിൻ്റെയും ടേം നമുക്ക് അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അവിടെ എഴുതിയതാണ് നമ്മൾ എന്താണ് ഇവിടെ എസ് സ്ക്വയറിൻ്റെ കൂടെ കോഎഫിഷ്യൻറ്റ് 0 ആയിട്ട് എഴുതി. അതായത് 0 എസ് സ്ക്വയർ പ്ലസ് 0 എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ നമ്മളിവിടെ എഴുതി. അതായത് ഇവിടെ ഒമേഗ എൻ സ്ക്വയറിനെ
ഒപ്പം എഴുതിയെന്നുള്ളൂ, അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി കോഎഫിഷ്യൻറ്റുകൾ കമ്പയർ ചെയ്യാം. ഇത് ഇവിടെ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് a+b ആണ്. ഇവിടെ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് വരുന്നത് ആ ടേം ഇല്ലാത്തതുകൊണ്ട് 0 ആണ്. അപ്പോൾ അത് തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. അതായത് a+b = 0 എന്ന് പറയുമ്പോൾ b = എന്ത് വരും? ഈ എനെ നമ്മൾ RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ -a നമുക്കിവിടെ വരും. അതായത് എയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി 1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? -a ആണ്. സോ -1 നമുക്കിവിടെ വരും. ഇതാണ് ബിയുടെ വാല്യൂ എന്ന് പറയുന്നത്. സിമിലർലി നമ്മളിവിടെ എസിൻ്റെ കോഎഫിഷ്യൻ്റ് എടുക്കുക. എസിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 2a θ ωn + c ആണ് അവിടെ വരുന്നത്. അത് നമ്മൾ ഇവിടുത്തെ എസിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതായത് എസിൻ്റെ ടേം ഇല്ല, സോ നമുക്കിവിടെ 0s നമ്മളോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ 0 ആയിട്ട് നമുക്കവിടെ ഇക്വേറ്റ് ചെയ്യാം. നമുക്കിവിടെ എന്ത് വരും? 2a θ ωn + c. അതായത് ഇതാണ് അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ c = ഈ ഒരു ടേമിനെ നമ്മൾ RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്താ കിട്ടാം? -2a θ ωn നമുക്കവിടെ വരും. അതിൽ a എന്ന് പറയുന്നത് നമ്മൾ 1 കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇതിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എന്ത് വരും? -2 θ ωn നമുക്കവിടെ കിട്ടും. ഇതാണ് സിയുടെ വാല്യൂ. ഇവിടെ എ ബി ആൻഡ് സി നമ്മളിവിടെ കണ്ടുപിടിച്ചു. നമ്മൾ ഈ എയിൽ ഈ ഇക്വേഷനിൽ നമ്മളിവിടെ എക്കും ബിക്കും സിക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരും? എ എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് 1/s പ്ലസ് ബി എന്ന് പറയുന്നത് -1 ആയിരുന്നു. സോ -1s. സി എന്ന് പറയുന്നത് -2 θ ωn ആണ്. -2 θ ωn ഡിനോമിനേറ്റർ ടേം നമ്മൾ അതുപോലെ തന്നെ എഴുതി. s² + 2 θ ωns + ωn² നമുക്കവിടെ വരും. ഇവിടെ ഈ രണ്ട് ടേമിലും മൈനസ് ആയതുകൊണ്ട് ആ മൈനസ് നമ്മളിവിടെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? 1/s - s + 2 θ ωn/s² + 2 θ ωns + ωn² നമുക്കവിടെ കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ടേം ഉണ്ടല്ലോ, ഡിനോമിനേറ്റർ ടേമിനെ, അതിന് നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/s - ആ ടേം നമ്മൾ അതുപോലെ തന്നെ എഴുതി, മൈനസ് ന്യൂമറേറ്ററും s + 2 θ ωn അതുപോലെ തന്നെ അവിടെ എഴുതി. ഇനി ഈ ഡിനോമിനേറ്റർ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് നമ്മളവിടെ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അതായത് ഇവിടെ നിന്നിട്ട് s എടുക്കാം. ആൻഡ് ഈ എസിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താ? 2 θ ωn അല്ലേ? അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 θ ωn ആണ് എസിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് θ ωn ആണ് വരാം അല്ലേ? അപ്പോൾ s പ്ലസ് ആ ഹാഫ് ഓഫ് ഈ എസിൻ്റെ കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലോ, അതായത് θ ωn, അത് വെച്ചിട്ട് നമ്മൾ എന്താണ്? ഹോൾ സ്ക്വയർ എടുക്കാം. അതായത് s + θ ωn ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് s + θ ωn ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു വരാം? s² + 2 θ ωns + θ² ωn² എന്നാണ് നമുക്ക് അവിടെ വരുന്നത്. ഇതിൻ്റെ ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് ആദ്യത്തെ ഈ രണ്ട് ടേമാണ് നമുക്കവിടെ വേണ്ടത്. s² + 2 θ ωns ആണ് നമുക്കവിടെ വേണ്ടത്. അപ്പോൾ ആ ടേമിന് നമുക്ക് എന്ത് എഴുതാം? s² + 2 θ ωns = നമ്മൾ ഇവിടെ ഈ θ² ωn² നമ്മളുടെ LHSലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്ത് വരും? s + θ ωn ഹോൾ സ്ക്വയർ -θ² ωn² നമുക്ക് അവിടെ എഴുതാം. അപ്പോൾ അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടേം ഉണ്ടല്ലോ, ഈ ഒരു ടേമിന് പകരം നമുക്ക് അവിടെ എന്ത് എഴുതാം? ആദ്യത്തെ ഈ രണ്ട് ടേമിന് പകരം s + θ ωn ഹോൾ സ്ക്വയർ മൈനസ് ഇതവിടെ എഴുതി θ² ωn² നമ്മളവിടെ എഴുതി, പ്ലസ് ഒരു ωn² നമുക്ക് അവിടെ ഉണ്ട് അല്ലേ? അതും അതിൻ്റെ കൂടെ നമ്മളവിടെ എഴുതി ωn². ഇനി നമ്മൾ ഇവിടുത്തെ ഈ രണ്ട് ടേം ഉണ്ടല്ലോ, അപ്പോൾ അതിന് നമുക്ക് ωn² നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ എങ്ങനെ വരും? ωn² × 1 - θ² നമുക്ക് അവിടെ വരും. ബാക്കിയുള്ള ടേമുകളൊക്കെ അതുപോലെ തന്നെ നമ്മളവിടെ എഴുതി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ωn √1 - θ² എന്ന് പറയുന്നത് എന്തായിരുന്നു? ωd, അതായത് ഡാംപ്ഡ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. അപ്പോൾ ഇതിന് നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് വരും? ωn² 1 - θ² എന്ന് പറയുന്നത് ωd². അപ്പം ഈ ഒരു ടേമാണ് അത് അല്ലേ? ഇതിന് പകരം നമുക്ക് അവിടെ ωd² നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ 1/s - s + 2 θ ωn s + θ ωn ഹോൾ സ്ക്വയർ പ്ലസ് ωd² നമുക്ക് അവിടെ വന്നു. സോ നമുക്ക് C(s) നമുക്ക് കിട്ടിയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ ഒരു ടേം ശ്രദ്ധിക്കാം. അതായത് s + 2 θ ωn ആണ് നമ്മളവിടെ വരുന്നത്. അതായത് അതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഈ ഡിനോമിനേറ്ററിലുള്ള ഈ ഒരു ടേം ഉണ്ടല്ലോ, അതായത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേം ഹോൾ സ്ക്വയറിൻ്റെ ഒപ്പം ഉള്ളത്, അത് s +
സീറ്റ ഒമേഗ എൻ ആണ്. അപ്പോൾ അതേ ടേം നമുക്ക് അവിടെ ന്യൂമറേറ്ററിലേക്കും കൊണ്ടുവരണം. അപ്പോൾ അവിടെ എന്ത് ചെയ്താൽ നമുക്ക് എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ നമ്മൾ എഴുതി. ഇനി നമുക്ക് വേണ്ടത് 2 സീറ്റ ഒമേഗ എൻ ആണ് അല്ലേ. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എന്ത് എഴുതാം, സീറ്റ ഒമേഗ എൻ പ്ലസ് സീറ്റ ഒമേഗ എൻ. അതായത് 2 സീറ്റ ഒമേഗ എൻ നമ്മളോട് സ്പ്ലിറ്റ് ചെയ്തി. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ടേം ഉണ്ടല്ലോ, ഈ ടേം ന്യൂമറേറ്ററിലേക്ക് നമുക്ക് അവിടെ വരണം. അപ്പം അങ്ങനെ എഴുതിയപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണ്ടേ, അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. 2 ടേമായിട്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു, 1/s മൈനസ് ഈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ നമ്മൾ ഒരു ഭാഗമായിട്ട് എഴുതി. അതായത് എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ പ്ലസ് ഈ സീറ്റ ഒമേഗ എൻ ഉണ്ടല്ലോ, അത് വേറൊരു ടേമായിട്ട് എഴുതിയത് സീറ്റ ഒമേഗ എൻ ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ. ഇനി നമ്മൾ എന്ത് ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിനോമിനേറ്ററിൽ ഈ ഒരു ടേം ഉണ്ടല്ലോ ഒമേഗ ഡി സ്ക്വയർ, ആ ഒമേഗ ഡി സ്ക്വയർ ഒമേഗ ഡി നമ്മൾ എന്താണ് ന്യൂമറേറ്ററിൽ നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ ന്യൂമറേറ്ററിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വഴിയുള്ളൂ, ഈ ഒമേഗ ഡി വെച്ചിട്ട് നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതാണ് നമ്മളിവിടെ ഇൻറ്റു ഒമേഗ ഡി നമ്മൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെന്തിനാണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അതായത് എൽ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ എൻ സ്ക്വയർ. അതായത് ഇവിടെ എയുടെ സ്ഥാനത്താണ് നമുക്കിവിടെ സീറ്റ ഒമേഗ എൻ നമുക്കവിടെ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതേ ടേം തന്നെ നമുക്കവിടെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരണം, കാരണം ന്യൂമറേറ്ററിലും എ ആണ്, എസ് പ്ലസ് എ ആണ് അല്ലേ. അപ്പോൾ അതാണ് നമ്മളിവിടെ അങ്ങനെ എഴുതാനായിട്ട് കാരണം, എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ. അത് നമുക്ക് എന്താണ് ഇക്വേഷൻ വരുന്നത്, ഇ റൈസ് ടു മൈനസ് എ ടി കോസ് ഒമേഗ ടി ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് നമുക്ക് വന്നിട്ടുള്ളത് സീറ്റ ഒമേഗ എന്നും ആൻഡ് ഒമേഗയുടെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഒമേഗ ഡി സ്ക്വയറുമാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. സിമിലർലി നമ്മളുടെ എന്താണ് എൽ ഇൻവേഴ്സ് ഓഫ് ഒമേഗ ബൈ എസ് പ്ലസ് ചെയ്ത ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ, ഇ റൈസ് ടു മൈനസ് എ ടി സൈൻ ഒമേഗ ടി ആണ് അല്ലേ. അതായത് ഇവിടെ വരുന്ന ഈ ഒമേഗ ഉണ്ടല്ലോ, അതേ ടേം തന്നെ നമ്മളവിടെ ന്യൂമറേറ്ററിലും വരണം അല്ലേ. ഒമേഗ അവിടെ ഒമേഗയുടെ സ്ഥാനത്താണ് നമുക്കിവിടെ ഒമേഗ ഡി വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ എന്താണ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒമേഗ ഡി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് കാരണം. ഇവിടെ ആ ഒമേഗ ഡി വരുന്ന ടേം ഉണ്ടല്ലോ, നമുക്കതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്ത് എഴുതാം, അവിടെ സീറ്റ ഒമേഗ എൻ ആൻഡ് ഇവിടെ ഡിനോമിനേറ്ററിൽ തന്നെ ഒമേഗ ഡി ഉണ്ടല്ലോ, അത് നമ്മൾ അതിനെ മാറ്റി നിർത്തി. അതായത് സീറ്റ ഒമേഗ എൻ ബൈ ഒമേഗ ഡി ഇൻറ്റു ബാക്കി ടേംസ് ഒക്കെ നമ്മൾ ഒരുമിച്ച് എഴുതി, ഒമേഗ ഡി ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ നമ്മളവിടെ എഴുതി. ഇവിടെ ഈ ഒമേഗയുടെ സ്ഥാനത്ത് നമുക്കിവിടെ ഒമേഗ ഡി വന്നു കഴിഞ്ഞു ആൻഡ് എയുടെ സ്ഥാനത്തൂടെ സീറ്റ ഒമേഗ എന്ന് നമുക്കവിടെ വന്നു. ഇനി ഇതിന് ശേഷം നമുക്കിവിടെ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കാം. അപ്പം അതിനെ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് നമ്മൾ അതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനായിട്ട് കാരണം. ഇനി നമുക്ക് അവിടെ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കാം. ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുന്നതിനേക്കാളും മുമ്പ് ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ബ്രാക്കറ്റ് ഇടണം. നമ്മൾ ടേമിനെ സ്പ്ലിറ്റ് ചെയ്തു തരാം ആൻഡ് ഇവിടെ നടുവിൽ മൈനസ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളവിടെ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ അതിന് ശേഷം നമ്മളവിടെ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുകയാണ്. അപ്പോൾ 1/s ഇൻവേഴ്സ് ലാപ്ലേസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ടൈം ഡൊമൈൻ റെസ്പോൺസ് എന്ന് പറയുന്നത് സി ഓഫ് ടി. അപ്പോൾ അത് 1/s ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുമ്പോൾ 1. ഇനി ഈ ഒരു ടേമിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുമ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്താണ് നമുക്കിവിടെ സീറ്റ ഒമേഗ എൻ വരുന്നത് അല്ലേ. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എയുടെ പകരം സീറ്റ ഒമേഗ ഇട്ട് കൊടുക്കുമ്പോൾ ഒമേഗ എൻ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ആൻഡ് ഇവിടെ ഒമേഗയുടെ സ്ഥാനത്ത് ഒമേഗ ഡി, അവിടെ കോസ് ഒമേഗ ഡി ടി നമുക്കവിടെ വരും. മൈനസ് ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ്. അപ്പോൾ അത് നമ്മൾ മാറ്റി നിർത്തി, അതായത് സീറ്റ ഒമേഗ എൻ ബൈ ഒമേഗ ഡി ആൻഡ് ഇവിടുത്തെ ഈ ടൈമിൽ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുമ്പോൾ ഇവിടെ എന്താണ് ഒമേഗ ഡി നമുക്ക് ഇവിടെ ഒമേഗയുടെ സ്ഥാനത്താണ് വരുന്നത് ആൻഡ് സീറ്റ ഒമേഗ എൻ എയുടെ സ്ഥാനത്ത്. അപ്പോൾ അവിടെ എന്ത് വരും, ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി സൈൻ ഒമേഗ ഡി ടി നമുക്കവിടെ വരും. നമുക്കിവിടെ കിട്ടിയ റെസ്പോൺസ് അതല്ലോ. അപ്പോൾ ഈ റെസ്പോൺസിൽ ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി എന്ന് പറയുന്നത് 2 ടേമിലും കോമൺ ആണ്. അപ്പോൾ അത് നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ അവിടെ എങ്ങനെ വരും, അവിടെ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു ആൻഡ് ബാക്കി വരുന്ന ടേം കോസ് ഒമേഗ ഡി ടി മൈനസ് സീറ്റ ഒമേഗ എൻ ബൈ ഈ ഒമേഗ ഡിക്ക് പകരം നമുക്കവിടെ ഒമേഗ എൻ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ, അപ്പോൾ അത് നമ്മളവിടെ കൊടുത്തു ഇൻറ്റു എന്താണ് സൈൻ ഒമേഗ ഡി ടി നമുക്കവിടെ വരും. ഈ ഒരു ടൈം നമ്മളവിടെ അതുപോലെ എഴുതി സൈൻ ഒമേഗ ഡി ടി.
ഇനി നമുക്ക് അതിന് ശേഷം ഈ ഒമേഗ എൻ ഇവിടുത്തെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലൂടെ ക്യാൻസൽ ചെയ്ത് പോകും. അവിടെ 1 മൈനസ് ഇ റേസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഇൻറ്റു കോസ് ഒമേഗ ഡി ടി മൈനസ് ഈ ടേം സീറ്റ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി നമുക്കവിടെ വരും. ഇനി അതിന് ശേഷം നമ്മളിവിടെ എന്താണ് LCM എടുക്കുക. അതായത് ഈ കോസ് ഒമേഗ ഡി ടി ആയിട്ട് നമ്മളിവിടെ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയറിന് മൾട്ടിപ്ലൈ ചെയ്യാം. അവിടെ എന്ത് വരും 1 മൈനസ് ഇ റേസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഇൻറ്റു റൂട്ട് 1 മൈനസ് സീറ്റ സ്ക്വയർ കോസ് ഒമേഗ ഡി ടി മൈനസ് സീറ്റ സൈൻ ഒമേഗ ഡി ടി ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ. ഇനി നമ്മൾ ആ ഡിനോമിനേറ്ററിൽ ഉണ്ടായിരുന്ന ആ ടേം ഉണ്ടല്ലോ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ, അത് നമ്മൾ പുറത്തേക്ക് എടുത്തു. അതായത് സി ഓഫ് ടി സിക്ക് നമുക്ക് എന്ത് വരും കൂടെ 1 മൈനസ് ഇ റേസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ബൈ ആ ടേം ഇവിടെ എഴുതി റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ആൻഡ് ബാക്കി ടേംസ് അതുപോലെ തന്നെ നമ്മളവിടെ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ടേം ഉണ്ട് അല്ലെ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ. അപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ട്രയാങ്കിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താം, നമുക്ക് ഇവിടെ അഡ്ജസൻറ്റ് സൈഡ് സീറ്റയും ഹൈപ്പോട്ടന്യൂസ് 1 ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്താം, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ആണ് നമുക്കവിടെ വരാം അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഏതാണ് കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ. അതായത് സീറ്റ ബൈ 1 എന്ന് പറയുമ്പോൾ സീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ. ആൻഡ് ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് സൈൻ തീറ്റ അല്ലേ. ഇപ്പോൾ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ബൈ 1 എഴുതാം. അതായത് റൂട്ട് 1 മൈനസ് സീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ നമുക്കവിടെ വരും. ഇവിടെ ഇത് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ഈ ഫസ്റ്റ് ടേമിന് പകരം നമുക്ക് അവിടെ ഈ സൈൻ തീറ്റ എന്നാണ് അവിടെ കൊടുക്കാം. അത് സൈൻ തീറ്റ കോസ് ഒമേഗ ഡി ടി പ്ലസ് ഇവിടെ സീറ്റയ്ക്ക് പകരം നമ്മളവിടെ കോസ് തീറ്റ കൊടുക്കാം. അവിടെ കോസ് തീറ്റ ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി നമുക്കവിടെ വരും. ഇതിപ്പോൾ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ഫോമിലാണ് നമ്മളവിടെ എടുക്കുന്നത്. പക്ഷെ ഒരു ചേഞ്ച് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒമേഗ ഡി ടി നമ്മളവിടെ എ ആയിട്ടും എടുക്കുക ആൻഡ് തീറ്റ എന്ന് പറയുന്നത് ബി ആയിട്ടും എടുക്കുക. അവിടെ സൈൻ എ പ്ലസ് ബി ആ ഒരു ഫോമാണ് നമുക്കവിടെ വരുന്നത്. അതിൻ്റെ എക്സ്പാൻഷനാണ് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കവിടെ എന്ത് വരും 1 മൈനസ് ഇ റേസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ബൈ റൂട്ട് 1 മൈനസ് സീറ്റ സ്ക്വയർ സൈൻ നമ്മൾ എ ആയിട്ട് ഞാൻ പറഞ്ഞു എന്താണ് ഒമേഗ ഡി ടി എന്ന് പറഞ്ഞു അല്ലേ. സൈൻ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ ഒമേഗ ഡി ടി പ്ലസ് തീറ്റ നമുക്കവിടെ വരും. ഇതാണ് നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത്. വേർ തീറ്റ ഇസ് ഈക്വൽ ടു നമ്മൾ ഈ ട്രയാങ്കിൾ നമുക്ക് എന്താണ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ. അതായത് റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ബൈ സീറ്റ ആണ് വരുന്നത്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ബൈ സീറ്റ നമുക്കിവിടെ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കൊടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ടാണ്. അപ്പോൾ അതാണ് ഇവിടെ ആർ ഓഫ് ടി നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ റെസ്പോൺസ് നമുക്ക് കിട്ടുക ഈ ഒരു ഫോമിലാണ്. അതായത് ഇവിടെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നതാണ് അവിടെ 1 എന്ന് പറയുന്നത്. അതായത് ആ വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യണേക്കാളും മുമ്പ് എന്തുണ്ടാവും നമ്മുടെ റെസ്പോൺസ് ഓസിലേറ്റ് ചെയ്യും. അങ്ങനെ ഓസിലേഷൻ കഴിഞ്ഞതിന് ശേഷം കുറേ ഓസിലേഷന് ശേഷമാണ് എന്താണ് അവിടെ ആ ഫൈനൽ വാല്യൂയിലേക്ക് എത്തുക. അപ്പോൾ അവിടെ അതിൻ്റെ ഓസിലേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ ഈ ഡാമ്പിംഗ് റേഷ്യോ അതായത് സീറ്റനെ ഡിപ്പെൻഡ് ചെയ്യും.